നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പൂയം നക്ഷത്രം ചിന്തിക്കുമ്പോൾ ജന്മരാശിയിലോട്ടാണ് വ്യാഴം വരുന്നത്. ഈ ജന്മത്തിലെ വ്യാഴം പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. ഇവിടെ അത് ഉച്ചക്ഷേത്രമായ കർക്കടകം ആകയാൽ പല വിധത്തിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും. എല്ലാ രീതിയിലുമുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുഭവപ്പെടും. ആരോഗ്യം അഭിവൃദ്ധിപ്പെടും. ഇതുവരെ അനുഭവപ്പെട്ടിരുന്ന ശാരീരിക പ്രയാസങ്ങളൊക്കെ കുറയാൻ ഇടയുണ്ട്. മനസ്സിന് സന്തോഷകരമായ ആനന്ദകരമായ അനുഭവം വന്നു ചേരുന്നതാണ്. സൗഭാഗ്യപൂർണമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ലഭിക്കും. ധനപരമായി വളർച്ചയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് സന്ദർഭമുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് കാലമായി ചിന്തിക്കുന്ന ചില ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാനും അവസരമുണ്ടാകും. ജോലിയിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജോലിക്കാര്യത്തിൽ ഉദ്ദേശിച്ചത് നടക്കും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അത് കൈവരിക്കാനായിട്ട് കഴിയും. പല മേഖലകളിൽ സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്ക് പുരോഗതി കാണുന്നുണ്ട്. നിങ്ങളുടെ തൊഴിൽ മേഖലയെ ക്രമമായി ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും. വിവിധ വകുപ്പുകളിൽ ഔദ്യോഗിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും പല വിധത്തിൽ ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അനുകൂലമായ തീരുമാനങ്ങളോ സ്ഥാനമാറ്റങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. കച്ചവടക്കാർക്ക് നല്ല നേട്ടങ്ങളാണ്. സാമ്പത്തിക വർധനവ്, കൂടുതൽ ലാഭം ഉണ്ടായിത്തീരുക, സാമ്പത്തിക വളർച്ച, ഉയർച്ച, പുരോഗതി, നേട്ടങ്ങൾ, അഭിവൃദ്ധി, ഇതെല്ലാം തന്നെ കച്ചവടക്കാർക്ക് വന്നു ചേരും. നിങ്ങൾ പലർക്കും പുതിയ മേഖലയിൽ പ്രവർത്തിക്കാനും സാധിക്കും. ഇതിനു മുമ്പ് പരീക്ഷിച്ചിട്ടില്ലാത്ത പുതിയ പ്രവർത്തന മേഖലയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ സാഹചര്യങ്ങൾ ശരിക്കു പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെയുള്ള നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക. അതോടൊപ്പം സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഏറ്റവും ഉത്തമമായ വ്യാഴപ്രീതികരമായ അനുഷ്ഠാനങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് നല്ലത്.